അതായത് നമ്മുടെ ക്ഷേമ പെൻഷനുകള് തെരഞ്ഞെടുപ്പിന് മുൻപ് കുടിശ്ശികയായത് വിതരണം ചെയ്യുന്ന രീതിയെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഞാൻ ശക്തമായി വിമർശിച്ചിരുന്നു. ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് സാധാരണക്കാരന്റെ അവകാശമാണ്. എല്ലാ മാസവും ഒരു കുടിശ്ശികയുമില്ലാതെ പെൻഷൻ കിട്ടാൻ അവർക്ക് അർഹതയുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2500 രൂപ പെൻഷൻ കൊടുക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന സർക്കാരാണ്. ഇപ്പൊ സർക്കാരിന്റെ കാലാവധി തീരാൻ പോകുന്ന സമയത്തും 1600 രൂപ മാത്രമാണ് നൽകുന്നത്. അതും കുടിശ്ശികയാക്കിയിട്ട് തിരഞ്ഞെടുപ്പ് കാലത്ത് നൽകുന്ന രീതിയെയാണ് ഞാൻ വിമർശിച്ചത്. അതിനെതിരായിട്ട് ഒരുപാട് കോലാഹലമായിരുന്നു. ഇവിടെ എന്റെ വീട്ടിലേക്ക് മാർച്ച്, കോലം കത്തിക്കുക, എന്തെല്ലാം കോലാഹലങ്ങളായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 16-ാം തീയതി ഇലക്ഷൻ 19-ാം തീയതി ആയിരുന്നു. 16-ാം തീയതി സർക്കാരിന്റെ ഒരു ഉത്തരവ് പ്രഖ്യാപനം, ധനമന്ത്രിയുടെ പ്രഖ്യാപനം, ഈ മാസത്തെ കുടിശ്ശിക 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. കുടിശ്ശിക വിതരണം ചെയ്യുന്നതിന് ഒരു പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. അതൊരു ഓൺഗോയിങ് പ്രോസസ്സാണ്. അതൊരു സർക്കാർ ഉത്തരവ് വേണമെങ്കിൽ ആ സർക്കാർ ഉത്തരവിലൂടെ കൊടുത്താൽ മതി. അതിനു പകരം ധനമന്ത്രി പത്രക്കുറിപ്പിറക്കി പത്രപ്രവർത്തകരുടെ വാട്സപ്പ് മെസ്സേജുകളുടെ മെസ്സേജ് നൽകി അദ്ദേഹത്തിന് നേരിട്ട് അദ്ദേഹം തന്നെ 20-ാം തീയതി മുതൽ വിതരണം ചെയ്യും. അതെന്റെ കയ്യിലുണ്ട്. ആ 16-ാം തീയതി പത്ര റിലീസ് അതിൽ പറഞ്ഞിരിക്കുന്നത് 20 മുതൽ വിതരണം ചെയ്യും എന്നാ പറഞ്ഞത്. ഇന്ന് 21-ആയി. ഇപ്പോഴും ഞാൻ ട്രഷറിയിൽ അന്വേഷിച്ചപ്പോൾ ഇന്നും പണം വന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കാൻ വേണ്ടി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആ തിരഞ്ഞെടുപ്പ് ദുരുപയോഗം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാത്രമായിരുന്നു 16-ാം തീയതി പ്രഖ്യാപനം. അത് ചട്ടങ്ങളുടെ ലംഘനമാണ്, നഗ്നമായ ലംഘനമാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ നഗ്നമായ ലംഘനമാണ് നടത്തിയത്. ഒന്നാമത് ഞാൻ നേരത്തെ പറഞ്ഞു, വിതരണം ചെയ്യുന്നതിന് ഒരു പത്രക്കുറിപ്പിന്റെ ആവശ്യമില്ല, ഒരു വാട്സപ്പ് മെസ്സേജിന്റെ ആവശ്യമില്ല. അദ്ദേഹം അത് ഇറക്കി. നിലമ്പൂരിലെ വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടി പെൻഷൻ വിതരണം ചെയ്യുന്നു പ്രഖ്യാപിച്ചു. ഇപ്പൊ 20 കഴിഞ്ഞ് 21 ആയിട്ടും പെൻഷൻ വിതരണമില്ല. ഞാൻ നോക്കിയപ്പോൾ ഒരു ഉത്തരവ് ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ. അത് ക്ഷേമനിധി പെൻഷനാണ്. ഞങ്ങളെല്ലാം ഉന്നയിച്ച് ഈ പെൻഷൻ കാര്യം ചർച്ചയാക്കിയതുകൊണ്ട് വലിയ കാര്യമുണ്ടായി. സത്യത്തില് എത്രയോ 16ഉം 17ഉം മാസം കുടിശ്ശികയായിട്ടുള്ള അവർക്ക് പോലും ഒരു ഗഡു പെൻഷൻ കൊടുക്കാനുള്ള ഒരു ഉത്തരവ് ഇന്നലെ ഇറക്കി. അത് ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശിക ഉത്തരവ്. ക്ഷേമനിധി ബോർഡിന്റെ കുടിശ്ശികയായ ഉത്തരവിന്റെ ഒരു പെൻഷൻ ഇറക്കി. മറ്റതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി ഇപ്പോഴും ഇല്ല. ഇത് കബളിപ്പിക്കുന്ന ഗവൺമെന്റ്. ഞാൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയാണെന്ന് അവരുടെ തന്നെ നടപടിയിലൂടെ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. പറഞ്ഞ വാക്ക് പാലിക്കുന്നില്ല എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പിനെ ദുരുപയോഗപ്പെടുത്താനായിട്ട് ചട്ടം ലംഘിച്ചുകൊണ്ട് നടത്തുന്ന പ്രഖ്യാപനമാണിത്. ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗൗരവമായി കാണണമെന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. തീർച്ചയായിട്ടും. അല്ലാണ്ട് ഇതിപ്പോ ഒരു സാധാരണഗതിയിൽ ഒരു കുടിശ്ശിക, ഒരു മാസത്തെ കുടിശ്ശിക കൊടുക്കുന്നതിന് ഒരു പ്രത്യേകമായ പ്രഖ്യാപനത്തിന്റെ ആവശ്യമില്ല. ആ പ്രഖ്യാപനത്തിലൂടെ അദ്ദേഹം പഴയ കാലത്തെ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയമൊക്കെ പറയുന്നുണ്ട്. UDFന്റെ കാലത്തെ വിതരണം, അവർ ചെയ്ത വിതരണമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടും വോട്ടർമാരെ സ്വാധീനിക്കാമെന്ന് ലക്ഷ്യം വെച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരം പ്രതി ശരിയാണെന്ന് ആ ഉത്തരവ് തെളിയിച്ചിട്ടുണ്ട്. അന്നും മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തിരുന്നു. നിങ്ങൾ ഇതിപ്പോ 20-ാം തീയതി കൊടുത്തില്ല, 21-ന് കൊടുത്തില്ല. വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ കാര്യത്തിലുള്ള കള്ളക്കളി സർക്കാർ അവസാനിപ്പിക്കണം. എന്തായാലും ഇത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം കൂടി. അത് തീർച്ചയായിട്ടും UDF അതിനെ കുറിച്ച് ആലോചിക്കും. അപ്പൊ നമുക്ക് മനസ്സിലാവുമല്ലോ എന്താണെന്ന്. നിങ്ങള് ബുദ്ധിയുള്ളവരല്ലേ. എന്തായാലും തെരഞ്ഞെടുപ്പിൽ UDFന് ഇന്നലെ ഞാൻ പറഞ്ഞതിനോട് നല്ല ആത്മവിശ്വാസമുണ്ട്. നല്ല ഭൂരിപക്ഷത്തോടെ ജയിക്കും UDF എന്നതിൽ സംശയമില്ല. അത് ഉറപ്പായിട്ടായിരിക്കും പൈസ കൊടുക്കാത്തത്, ഇപ്പൊ റിലീസ് ചെയ്യാത്തത്. അതുപോലെ എനിക്ക് സംശയമുണ്ട്. അതൊക്കെ UDFന് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതൊന്നും ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. അല്ല, ഞാൻ അങ്ങനെ ഒന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഇപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ UDF ആണ് തീരുമാനിക്കേണ്ടത്.
അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഞാൻ കണ്ടില്ല എന്താണെന്ന്. തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒന്നിച്ചു നിന്ന് പോരാടി ഇതുപോലെ ഐക്യമുണ്ടായ കോൺഗ്രസിനേക്കാളേറെ ആവേശത്തിലായിരുന്നു മുസ്ലിം ലീഗ്. ഞാനവിടെ കണ്ട ഒരു ഇപ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ട ഏറ്റവും വലിയ കാര്യം, പാണക്കാട് തങ്ങളും സാദിഖലി തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും സ്വന്തം ഇലക്ഷന് പോലും അധ്വാനിക്കുന്നതിനേക്കാൾ കൂടുതൽ ആർജവത്തോടെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വർക്ക് ചെയ്തത്. മുസ്ലിം ലീഗിന്റെ അണികളൊക്കെ തന്നെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി എത്ര പണിയെടുക്കുന്നു അതിനേക്കാൾ കൂടുതൽ ആവേശത്തോടെയാണ് പണിയെടുത്തത്. അപ്പൊ UDFന്റെ ഒരു ഉജ്ജ്വലമായ കെട്ടുറപ്പ് അവിടെ നിലമ്പൂരിലുണ്ടായി. കോൺഗ്രസിന്റെ എല്ലാവരും ഐക്യത്തോടുകൂടി എല്ലാ നേതാക്കന്മാരുടെയും കൂട്ടായ പ്രവർത്തനവും അവിടെ ഉണ്ടായി. വീണ്ടും യോഗാ ദിനത്തിലും വീണ്ടും അവിടെ ഇന്ന് ഇതുപോലെ തന്നെ ഭാരതാംബര ചിഹ്നം വെച്ച പദ്ധതി ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ BJPയുടെ ചില ആളുകള് ഈ ദേശീയ പതാകയുടെ ചിഹ്നം വെച്ച ഭാരതാംബ ചിത്രീകരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അല്ല, ഞാനത് ഇന്നലെ പറഞ്ഞു. കാരണം ഇതൊക്കെ സത്യത്തില് ഗവർണർ എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തെ ഏറ്റവും പരമോന്നതമായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയാണ്. അതിന്റെ വില അദ്ദേഹം തന്നെ കളയാൻ തീരുമാനിച്ചാൽ എന്താകും സ്ഥിതി എന്നുള്ളതാണ് ഇപ്പൊ കേരളം അഭിമുഖീകരിച്ചുകൊണ്ടിരുന്നത്. കേവലമായിട്ടുള്ള സ്വാർത്ഥമായിട്ടുള്ള താല്പര്യങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കേണ്ട ഒരു പൊസിഷൻ അല്ല ഗവർണർ പദവി. ആ പദവിയിലിരുന്ന് ഒരുപാട് പ്രഗത്ഭരായ ആളുകളുണ്ട്. എനിക്കറിയില്ല, ഈ സ്റ്റേറ്റിൽ നിന്ന് തന്നെ മറ്റു പലരും ഗവർണർമാരായിട്ട് പലയിടത്തും വർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെയൊന്നുമില്ലാത്തൊരു വിവാദം ഇവിടെ കുത്തിപ്പൊക്കിയതിന്റെ പിന്നിലെ ഉദ്ദേശം നടക്കുമ്പോൾ അത് നോക്കേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രപതിക്കാണ്. ഉത്തരവാദിത്തം പറഞ്ഞു മുഖ്യമന്ത്രി ഒരു മിനിറ്റ് വൈകാതെ രാഷ്ട്രപതിക്ക് പരാതി അയക്കണം. കേരളത്തിൽ നടക്കുന്നത് ഗവർണർ പദവി ദുരുപയോഗപ്പെടുത്തുന്നു, ഞങ്ങളുടെ പദവിക്ക് കളങ്കം ചേർത്തുന്നു, ഈ നടപടി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഗവർണർക്കും കേന്ദ്ര ഗവൺമെന്റിനും എഴുതണം. എന്തുകൊണ്ട് മുഖ്യമന്ത്രി എഴുതുന്നില്ല? വെറുതെ വർത്തമാനം പറഞ്ഞാൽ പോരല്ലോ. അതാണ് കേട്ടത്. വിശേഷക്കാരുടെ വിദേശയാത്രയ്ക്ക് പോവുകയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് കോൺഗ്രസ് സ്വാതന്ത്ര്യമുള്ള പാർട്ടി. ആരെങ്കിലും എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ ഉടനെ 52 വെട്ട് ശരിയാക്കി കളയാമെന്ന് പറയുന്നത് പാർട്ടിയല്ല. അതാണ് പാർട്ടിയുടെ സ്വാതന്ത്ര്യം. പക്ഷേ പാർട്ടിയുടെ പൊതുവായ ആശയങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട് പോകണമെന്നുള്ള ഉദ്ദേശം എല്ലാവർക്കും ഉണ്ട്. അതിനെവിടെയെങ്കിലും ആ ലക്ഷ്യങ്ങളിലേക്ക് ലഭിക്കുന്നു പാർട്ടിക്ക് പാർട്ടിയുടേതായ സമയങ്ങളിൽ നടപടിയെടുക്കാൻ എന്ന് വെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ലഭിക്കുന്ന പാർട്ടിയല്ല, സഞ്ചാര സ്വാതന്ത്ര്യം ലഭിക്കുന്ന പാർട്ടിയല്ല. അതിന് പരിശീലിച്ച് കോൺഗ്രസിന്റെ വിഭാഗ്യമായ ഘടകരാഷ്ട്രീയത്തിൽ ശ്രമിക്കും.